ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 21-ാം അധ്യായം അതിൻ്റെ 13 മുതലുള്ള ഭാഗങ്ങളിൽ അതിന് പൗലോസ്, നിങ്ങൾ കരഞ്ഞ് എൻ്റെ ഹൃദയം ഇങ്ങനെ തകർക്കുന്നതെന്ത്? കർത്താവായ യേശുവിൻ്റെ നാമത്തിനു വേണ്ടി ബന്ധിക്കപ്പെടുവാൻ മാത്രമല്ല, യെരൂശലേമിൽ മരിപ്പാനും ഞാൻ ഒരുങ്ങിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അവനെ സമ്മതിപ്പിച്ചു കൂടായികയാൽ കർത്താവിൻ്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങൾ മിണ്ടാതിരുന്നു. ധന്യനായ പൗലോസ് കർത്താവിൻ്റെ നാമമഹത്വത്തിനു വേണ്ടി ആത്മാവിൽ സഞ്ചരിക്കുമ്പോൾ അഗബോസ് എന്ന് പറഞ്ഞൊരു പ്രവാചകൻ പൗലോസിന്റെ അരക്കച്ച എടുത്തിട്ട് കെട്ടി കാണിച്ചു പറയുകയാണ്, ഈ അരക്കച്ചയുടെ ഉടമസ്ഥനെ യെരൂശലേമിൽ വെച്ച് ഇങ്ങനെ കെട്ടി ബന്ധിക്കും എന്ന് അപ്പോസ്തലനോട് പറയുമ്പോൾ ധന്യനായ പൗലോസ് പറയുകയാണ്, എന്നെ ഇങ്ങനെ ബന്ധിക്കാൻ മാത്രമല്ല, ഞാൻ മരിക്കാനും കൂടെ ഒരുങ്ങിയിരിക്കുകയാണ്. ഈ ദൂത് കേൾക്കുമ്പോൾ പൗലോസിന്റെ കൂടെയുള്ള ആ സമയത്തുണ്ടായിരുന്നവരൊക്കെ വല്ലാണ്ടങ്ങ് ഹൃദയം തകർന്ന് കരഞ്ഞ് പൗലോസിന്റെ മുമ്പ് നിൽക്കുമ്പോൾ പൗലോസ് പറയുന്നു, നിങ്ങൾ എന്നെ എൻ്റെ ഹൃദയത്തെ തകർക്കുവാൻ പാകത്തിന് നിങ്ങൾ എന്തിനു കരയുന്നു? എനിക്കിതല്ല ലക്ഷ്യം. എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം വിളിച്ചിരിക്കുന്ന ഒരു പ്രവൃത്തിക്ക് വേണ്ടി നമ്മൾ ഇറങ്ങി പുറപ്പെടുമ്പോൾ കർത്താവ് നമ്മെ എന്തിനാണ് വിളിച്ചതെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. എന്നാൽ ജീവിതത്തിൽ അതുമായി ബന്ധപ്പെട്ട് ചില പ്രതിസന്ധികൾ വരുമ്പോൾ പലരും ഏൽപ്പിച്ച ദൗത്യത്തിൽ നിന്ന്, ഒന്നുകൂടെ പറഞ്ഞാൽ ലക്ഷ്യത്തിൽ നിന്ന് തിരിഞ്ഞ് സഞ്ചരിക്കുന്നവരെ നമുക്ക് കാണാൻ പറ്റും. വേണമെങ്കിൽ അപ്പോസ്തലനായ പൗലോസിന് ഇവിടെ വെച്ച് തീരുമാനമെടുക്കാം. കാരണം അഗബോസ് എന്ന് പറഞ്ഞ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രവാചകൻ പറഞ്ഞ ഒരു പ്രവചന ശബ്ദമാണ്. വേണമെങ്കിൽ യെരൂശലേമിലേക്ക് പോകാതിരിക്കാം. പക്ഷേ പൗലോസ് പറയുകയാണ്, ഞാൻ അതിനും റെഡിയാണ്. ഞാൻ കെട്ടപ്പെടാൻ വേണ്ടി മാത്രമല്ല, ഞാൻ ഉപദ്രവിക്കപ്പെടുവാൻ വേണ്ടി മാത്രമല്ല, ഞാൻ മരിപ്പാനും റെഡിയാണ്. അത് എനിക്ക് വേണ്ടിയിട്ടല്ല, ക്രിസ്തുവിന് വേണ്ടിയിട്ട്. ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ, നമ്മെ ഇതുപോലെ കർത്താവ് പല പല ലക്ഷ്യങ്ങൾക്ക് വേണ്ടി, ദൈവത്തിൻ്റെ പല പല ഉദ്ദേശങ്ങൾക്ക് വേണ്ടി നമ്മളെ വിളിച്ചിട്ടുണ്ട്. ആ യാത്രയിൽ ഇതുപോലെ ഒത്തിരി സഹനങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും. എന്നാൽ അവിടെ വെച്ച് ആ വിളിയെ ഉപേക്ഷിച്ച് സുഖത്തിലോട്ട് തിരിയാതെ ധന്യനായ പൗലോസ് ആത്മാവിൽ സഞ്ചരിച്ച് ഓട്ടം തികച്ചതുപോലെ നമുക്കും ഓട്ടം തികപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം വിശ്വസ്തൻ. ഗോഡ് ബ്ലെസ് യു.